ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഡ് പിഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേത് റെസിപ്പി വീഡിയോ അല്ല, അതിന് പകരമായിട്ടൊരു ടാഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ടാഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്നുള്ള ഉണ്ണിമായയുടെ ചാനലിൽ നിന്നാണ്. അവിടുന്ന് കറങ്ങി എന്നെപ്പോലുള്ള കൊച്ചു യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ആരാണ് ടാഗ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ചാനലാണ്. അതും എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ്. നല്ല കുട്ടിയാണ്, നല്ല കുക്കിംഗ് ചാനലാണ്, നല്ല നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും പോയി സപ്പോർട്ട് ചെയ്യണം. അപ്പോഴെല്ലാവർക്കും മനസ്സിലായല്ലോ എന്നെ ആരാണ് ടാഗ് ചെയ്തേക്കുന്നതെന്ന്. വേറെ ആരുമല്ല, നമ്മുടെ ഓഷി മാഷപ്പിലെ രഞ്ജി ചേച്ചിയാണ്. ചേച്ചിയുടേത് വളരെ നല്ലൊരു ചാനലാണ്. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ബോഡി വെയിറ്റ് ഒക്കെ കുറയ്ക്കാമെന്നും അതേപോലെ തന്നെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെർബൽ ടിപ്സും ചേച്ചിയുടെ ചാനലിലൂടെ ചേച്ചി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ചെയ്തോട്ടെ, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ എനിക്ക് ടാഗ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് രഞ്ജി ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ആണ്. സത്യം പറയാലോ, എൻ്റെ ചാനൽ ഒരൊറ്റ വൈറൽ വീഡിയോ ഇല്ല. മിക്ക വീഡിയോസും തന്നെ വളരെ കുറച്ച് വ്യൂസ് ഉള്ള വീഡിയോസാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യമേ വരുന്നത് എൻ്റെ കൈവച്ച് തിരുമിയ ബീഫും കല്യാണ കഥയുമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എനിക്ക് കുറച്ചെങ്കിലും വ്യൂസ് ഉള്ള ഒരു വീഡിയോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കല്യാണം നടക്കാനുള്ള ചെറിയൊരു കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റെസിപ്പിയുടെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൈവച്ച് തിരുമിയ ബീഫും കല്യാണ കഥയെന്ന്. പിന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിനധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മാക്സിമം 100 അല്ലെങ്കിൽ 200 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, എൻ്റെ വല്യമ്മച്ചി ചെറുപ്പത്തിൽ എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ബീഫ് ഉണ്ടാക്കിയെടുത്തിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു പോസ്റ്റ്, ഈ പോസ്റ്റ് കണ്ടിട്ടാണ് പലരും ഫേസ്ബുക്ക് വഴി എൻ്റെ ആ ഒരു വീഡിയോ കാണാനും കുറച്ചെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാനും ഇടയായത് ആ ഒരു വഴിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും വ്യൂസ് ഉള്ളൊരു വീഡിയോ അതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടൈം ഐ ഗോട്ട് ഡ്രങ്ക്. ശരിക്കും പറഞ്ഞ ചെറുപ്പത്തിൽ ഞാൻ കൈകൊണ്ട് മദ്യം തൊടത്തു പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ വലുതായി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നത്. കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയി. അപ്പോൾ ഇടയ്ക്കൊക്കെ വൈൻ ടേസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിപ്പ് എടുത്താൽ പോലും എൻ്റെ കൈയും കാലും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. അപ്പം വളരെ അൺഈസി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നൊരു സംഭവമായിരുന്നു ഈ ഒരു വൈൻ പോലും. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ഒരു പരിപാടി എനിക്ക് പറ്റിയതല്ലെന്ന്. പക്ഷേ എങ്കിലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം എങ്കിലും വെള്ളം അടിച്ചിട്ട് ഒന്ന് പാമ്പാവണമെന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പപ്പയോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുമായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അത് കല്യാണത്തിന് ശേഷം മാത്രമേ നടക്കത്തുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചായിരുന്നു, ഞാൻ ഒരു പ്രാവശ്യം വെള്ളം അടിച്ച് പാമ്പായ പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലെന്ന്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യു എസ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ലാസ് വേഗസിലോട്ടായിരുന്നു. ലാസ് വേഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിലെ സിൻ സിറ്റിയാണ്. വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഹസ്ബൻഡ് എനിക്ക് ഫസ്റ്റ് മേടിച്ച് തരുന്നത്. അത് വോഡ്കയിൽ ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്തിട്ടായിരുന്നു. ഈ ഒരു ട്യൂബിൽ, ആ ഒരു ട്യൂബ് നിറച്ചും വോഡ്കയിൽ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡിഫറൻസും തോന്നിയില്ല. കുറച്ച് കയ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസിലാണെങ്കിലും കുറച്ച് കയ്പൊക്കെ കാണത്തില്ലേ, അതുപോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ കുടിച്ചു തീർത്തു. ഒറ്റയ്ക്ക് തന്നെ കുടിച്ചു കേട്ടോ, ഹസ്ബൻഡൊന്നും ഒട്ടും കൊടുത്തില്ല. കുടിച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കാലും കൈയൊക്കെ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡിനും കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ ഓർഡർ ചെയ്തു. ഡിന്നർ ഓർഡർ ചെയ്തത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഒന്നും നടന്നില്ല, നീ അവിടെ കിടന്ന് കുറേ ചിരിച്ചു, അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി, നിന്നെ കുത്തിപ്പൊക്കിയാണ് ഞാൻ ക്യാബിൽ കയറ്റി ഹോട്ടലിൽ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആയിട്ടുള്ള ഡ്രങ്ക് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കാകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഈ ഒരു ലൈഫിൽ നമ്മൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം ചെയ്യാനാ? പക്ഷെ നിങ്ങളൊന്നിലും അഡിക്റ്റഡ് ആകാൻ പാടില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഇവിടുത്തെ ഒരു പോയിന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താ ഈ നാറ്റം? അയ്യേ, ഫസ്റ്റ് വാട്ട് സ്മെൽ ഐ റിയലി എൻജോയ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറേ മണങ്ങളുണ്ട്. നമ്മൾ ഈ പുതിയതായിട്ട് മേടിക്കുന്ന ഇറേസർ ഇല്ലേ, അതിൻ്റെ മണം ഇഷ്ടമാണ്. പിന്നെ ബോൾ പോയിൻറ്റ് പെൻ ഇല്ലേ,
അതിൻ്റെ ആ ഒരു ഇങ്കിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്. ബുക്കിൽ എഴുതി കഴിയുമ്പോൾ ആ ഒരു ബുക്ക് മണത്തൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുതിയ ബുക്കുകളുടെ മണം ഇഷ്ടമാണ്, മണ്ണിൻ്റെ മണം ഇഷ്ടമാണ്, പിന്നെന്താ കെറോസിൻ്റെ മണം ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മണമല്ലേ, അതുകൊണ്ട് ഇതിനെ ഓട്ട് സ്മെല്ലെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്നോട് ഓട്ട് സ്മെൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഉണക്കമീൻ വറക്കുന്ന മണം ഭയങ്കര ഇഷ്ടമാണ്. തുണ്ടമീനില്ലേ, നല്ല കട്ടിയുള്ള മീൻ. പണ്ട് അമ്മ ഇങ്ങനെ ഉണക്കമീനൊക്കെ വറുത്തതിന് ശേഷം തേങ്ങയൊക്കെ വെച്ചിട്ട് അതിന് ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഓട്ട് സ്മെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം നല്ല നല്ല സ്മെല്ലുകളല്ലേ. അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്. ഞാൻ വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് മേടിപ്പിച്ചതെങ്കിൽ അവർ മേടിച്ചു തന്നേക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് എന്തായാലും ഐലൈനർ ആയിരിക്കും. അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ മൂത്ത ചേച്ചി വഴിയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ചേച്ചി ഇഷ്ടംമാതിരി സാധനങ്ങൾ മേടിച്ചു തരുമായിരുന്നു. ഞാൻ എന്തൊക്കെ പറയുന്നോ അതെല്ലാം ചേച്ചി മേടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് പോയിട്ട് പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ സിംഗപ്പൂർ ജോലി ചെയ്യുന്ന സമയത്ത് മാക്കിൻ്റെ പ്രോഡക്ട്സ് മേടിച്ചതായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പി അളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. ഫസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവികളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയും പാറ്റയാണെന്ന്. എനിക്ക് പാറ്റേനെ ഭയങ്കര പേടിയാണ്. സാധാരണ പാറ്റകളെ ഒന്നും വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ പറക്കുന്ന പാറ്റകളുണ്ട്, അതിന് എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പറക്കുന്ന പാറ്റകളൊക്കെ വരുവാണെങ്കിൽ ഞാൻ അതിനെ കണ്ടിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി സൗണ്ട് ഒന്നും ഉണ്ടാക്കത്തില്ല. അതിന് പരമായിട്ട് പയ്യെ ആ റൂമിൽ നിന്ന് മുങ്ങി വേറൊരു കോർണറിൽ പോയി നിൽക്കും. അപ്പം ഞാൻ ആ ഒരു പോയി നിൽക്കുന്നത് കാണുമ്പോഴേ എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും ഓക്കെ വീട്ടിലെവിടെയോ ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഒരു വലിയ പേടി ഇതായിരുന്നു. ഇതല്ലാതെ ചെറുപ്പം മുതൽ ഈ ഒരു നിമിഷം വരെ ഞാൻ പേടിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ലൂസിങ് മൈ ലവ്ഡ് വൺസ്. എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മൂത്ത ചേച്ചി പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെക്കേഷന് വീട്ടിൽ വരുമ്പം ഞങ്ങൾ ഇൻ്റർനെറ്റ് കഫേ പുറത്ത് പോകുമായിരുന്നു. ആ ഒരു സമയത്ത് ചേച്ചിക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ എനിക്ക് ആ ഒരു സിസ്റ്റം കിട്ടുവാണെങ്കിൽ ഞാൻ മാക്സിമം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കൈ കിട്ടുന്ന അവിടെ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തേക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ ഓർമ്മയിൽ ഇതാണ്. അതല്ലെങ്കിൽ ശരിക്കും ആക്ടിവിറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാനൊരു യാഹൂ ID ക്രിയേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചാറ്റ് റൂംസ് ഒക്കെ യാഹൂവിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓർക്കുട്ടൊക്കെ ആക്റ്റീവായ സമയത്ത് വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ പപ്പ എടുത്തു തന്നായിരുന്നു. അതുകൊണ്ട് ഏത് സമയവും ചേച്ചിമാരില്ലാത്ത സമയത്ത് ഞാൻ ഓർക്കുട്ടിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പ്രൊഫൈൽ ആരൊക്കെ വിസിറ്റ് ചെയ്തതെന്ന് നോക്കുക, പിന്നെ ഫേക്ക് IDs ഉണ്ടാക്കി ബാക്കിയുള്ള പ്രൊഫൈൽസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആയിട്ടുള്ള റൂംമേറ്റ് മീന മാത്രമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കൂളിങ്ങും എഞ്ചിനീയറിങ്ങും ഒക്കെ ചെയ്തേക്കുന്നത് വീട്ടിൽ നിന്ന് പോയി വരുന്ന ഡിസ്റ്റൻസിലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. എല്ലാവരും പറയാറുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഭയങ്കര അടിപൊളിയാണെന്ന്, പക്ഷേ എനിക്ക് ആ ഒരു ചാൻസ് മാത്രം കിട്ടിയില്ല. പക്ഷേ 2 മാസത്തിന് പപ്പയും അമ്മയും കൂടി മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയ സമയത്ത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. പക്ഷേ ആ ഒരു സമയത്തും അവരെന്നെ ഹോസ്റ്റലിൽ നിർത്തിയില്ല. അതിന് പകരമായിട്ട് ഒരു വീട്ടിലെ പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ അവർ ഒത്തിരി ആൾക്കാരെ ഒന്നും നിർത്താൻ സമ്മതിക്കത്തില്ല. ആകെ ഒരാൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ ഫ്രണ്ടുമായ മീന. അപ്പം മീനയ്ക്ക് കൂട്ടായിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ 2 മാസം കൊണ്ട് തന്നെ ആ വീട്ടുകാർ കൈകൂപ്പി തന്നു, അത് വേറെ കാര്യം. അപ്പം മീനയാണ് എൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആയിട്ടുള്ള റൂംമേറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരി.
എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് രാജലക്ഷ്മി CK എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. എൻ്റെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും അതേപോലെ തന്നെ തിരിച്ചു വന്നുകൊണ്ടിരുന്നതും. രാജലക്ഷ്മി അല്ലാതെ സംഗീത, സുബി, ലിജ അങ്ങനെ കുറേ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവരുമായിട്ട് എനിക്കിപ്പോൾ അധികം കണക്ഷനൊന്നുമില്ല. അധികം മെസ്സേജ് അയക്കലോ ഫോൺ വിളി അങ്ങനെ ഒന്നുമില്ല. അവരെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എല്ലാ ദിവസവും കോൺടാക്റ്റ് ഉള്ളത് എൻ്റെ എഞ്ചിനീയറിങ്ങിന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതിനു മുമ്പിൽ തന്നെ മീനയുണ്ട്. അപ്പോൾ മീന, അലീഷ, പാർവതിയാണ് ഇപ്പോഴും കൂടുതൽ കണക്ഷൻ ഉള്ളത്. അപ്പം ഞങ്ങൾ 3 പേരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ തന്നെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ വിളിച്ച് കത്തിയും വെക്കാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇനിയുള്ളത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ധ്രുവം മൂവിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മേനോട് ഞാൻ അടി വെച്ചിട്ട് ആ ഒരു മൂവി പോയി കണ്ടത്. അമ്മ പറഞ്ഞായിരുന്നു വലിയമ്മച്ചിക്ക് കൂട്ടിരിക്കാൻ. ഞാൻ അങ്ങനെ കൂട്ടിരിക്കാതെ കസിൻസിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ കൂടെ പോയി കണ്ടൊരു മൂവിയാണ് ധ്രുവം. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി എനിക്ക് ഓർമ്മയുള്ളത് ധ്രുവമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ടാഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്യാൻ പോകുന്നത് അഞ്ജു ആൻഡ് വിജിൽ വ്ലോഗ്സിനെയാണ്. നല്ലൊരു അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ളൊരു കപ്പിളാണ്. കുറേ വ്ലോഗ്സും അതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി ഒന്ന് നോക്കുക കേട്ടോ, നല്ലൊരു ചാനലാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.